കോഴിക്കോട് കളക്ടറേറ്റിലെ റവന്യൂ എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗത്തിൽ വൻ നിയമന ക്രമക്കേട്. ടൈപ്പിസ്റ്റ് കം ക്ലാർക്ക് തസ്തികയിൽ കയറിയ 5 പേർക്ക് LD ക്ലാർക്ക് തസ്തികയിലേക്ക് മാറ്റം നൽകി. ടൈപ്പിസ്റ്റ് തസ്തികയിൽ 6 മാസം മാത്രം ജോലി ചെയ്തവർക്കാണ് ഈ മാറ്റം നൽകിയത്. ഈ തസ്തികയിൽ 5 വർഷം പൂർത്തിയായവർക്ക് മാത്രമേ ക്ലാർക്കായി മാറ്റം നൽകാവൂ എന്നാണ് ചട്ടം. തസ്തിക മാറ്റം റദ്ദാക്കി നിലവിലെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. സർക്കാർ അനുകൂല സർവീസ് സംഘടനാ നേതാക്കളാണ് ക്രമക്കേടിന് പിന്നിലെന്നാണ് ആരോപണം. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലാം, വൻ നിയമന ക്രമക്കേടാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ മാറ്റമൊക്കെ വരുത്താൻ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാകില്ലേ? എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? കോഴിക്കോട് കളക്ടറേറ്റ് റവന്യൂ എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗത്തിലാണ് ഈ തസ്തിക മാറ്റം അനധികൃതമായി നടത്തിയിരിക്കുന്നത്. ഇതിൽ ക്രമക്കേട് എന്ന് പറയുന്നത് 5 ടൈപ്പിസ്റ്റ് കം ക്ലർക്ക് തസ്തികയിലുള്ളവരെ LD ക്ലർക്ക് തസ്തികയിലേക്ക് മാറ്റിയതാണ്. അങ്ങനെ 5 വർഷം ഈ തസ്തികയിൽ പൂർത്തിയാക്കിയാൽ മാത്രമേ അത്തരത്തിലൊരു മാറ്റം നൽകാവൂ എന്നുള്ളതാണ് ചട്ടം. ആ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ടൈപ്പിസ്റ്റ് കം ക്ലർക്ക് തസ്തികയിൽ നിന്നും LD ക്ലർക്ക് തസ്തികയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതിനെതിരെ ഉദ്യോഗാർത്ഥികൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ തസ്തിക മാറ്റം റദ്ദാക്കണമെന്ന് ഈ ട്രിബ്യൂണൽ ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ആദ്യം ഈ 5 പേർ, അതായത് ഈ LD ക്ലർക്ക് തസ്തികയിലേക്ക് മാറ്റിയ 5 പേരെയും തിരിച്ച് ഈ ടൈപ്പിസ്റ്റ് കം ക്ലർക്ക് തസ്തികയിലേക്ക് തന്നെ തിരിച്ചു മാറ്റണം. അതിൽ നഷ്ടം വരുന്നത് പുതുതായി, അതായത് LD ക്ലർക്ക് തസ്തികയിലേക്ക് ഈ 5 പേരെയും മാറ്റിയപ്പോൾ ഒഴിവന്ന ടൈപ്പിസ്റ്റ് ക്ലർക്ക് തസ്തികയിലേക്ക് പുതുതായി PSC ലിസ്റ്റിൽ നിന്നും 5 പേരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് നിയമനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാവുക. കൂടാതെ ഈ LD ക്ലർക്ക് തസ്തികയിലേക്കും ഇനി PSC ഈ ഒഴിവ് റിപ്പോർട്ട് ചെയ്യണമെന്നും ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇത് സർവീസ് സംഘടന, അതായത് ഭരണാനുകൂല സർവീസ് സംഘടനയുടെ നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചാണ് കളക്ടറെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ രീതിയിലുള്ളൊരു നിയമനം നടത്തിയതെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ, അതായത് പ്രതിപക്ഷ സർവീസ് സംഘടന നേതാക്കളൊക്കെ തന്നെ പറയുന്നത്. ഇതിൽ വലിയ ഒരു നിയമന ക്രമക്കേട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് പ്രധാനമായും ഈ സർവീസ് സംഘടനകൾ, ഭരണാനുകൂല സർവീസ് സംഘടനകളുടെ നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായൊരു നീക്കമാണ് ഇങ്ങനെയൊരു ഈ ക്രമക്കേട് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കിയതെന്നാണ് ഈ പ്രതിപക്ഷ സംഘടനകളൊക്കെ തന്നെ ആരോപിക്കുന്നത്. അമൃത. ശരി, സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.